വരയിൽ ഒരു നബി മാത്രമാണുള്ളത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ ഇബ്രാഹിം നബിന്റെ ദുആന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കഅബ ഉണ്ടാക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മുഹമ്മദ് നബി വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് കഅബ പൊളിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം. എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലിദ്? യാസീൻ ഓതിയാ പോരേ എന്ന് ചോദിച്ചു എന്നാളൊരാള്. യാസീൻ വേറെ ഓതണം, യാസീൻ വേറെ ഓതണം, തബാറക്ക വേറെ ഓതണം, അൽബക്കറ വേറെ ഓതണം, ഒക്കെ ഓതണ്ട തന്നെയാണ്. മങ്കൂസ് മൗലിദിന് മങ്കൂസ് മൗലിദ് തന്നെ വേറെ ഓതണം. എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലിദ്? എന്തേ ബാഫക്കി തങ്ങള് ഹജ്ജിന് പോയപ്പോ മങ്കൂസ് മൗലിദ് ഓതിങ്ങാണ്ടിറങ്ങിയത്? ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അത് മക്കളെ പഠിപ്പിക്കണം, അത് അടുത്ത തലമുറയെ പഠിപ്പിക്കണം, വരുന്ന സമുദായത്തെ പഠിപ്പിക്കണം. അതിന് പഴയ ആൾക്കാരുടെ അടുത്ത് പല പരിപാടിയുണ്ട്. ഓലൊരു മഴയില്ലാതെ ഇടങ്ങാറായാൽ എല്ലാവരും കൂടി ഒരു പാറപ്പുറത്തേക്ക് കയറി പോയിട്ട് ഒരു മങ്കൂസ് മൗലിദ് ഓതും. ഓലടുത്ത് മുഹമ്മദ് നബിനെ പരിചയപ്പെടുത്താൻ പല പണിയുണ്ടായിരുന്നു, നമ്മളടുത്ത് ഒന്നുമില്ലാതായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലും പരിചയപ്പെടുത്തണം, നാട്ടിലും പരിചയപ്പെടുത്തണം, എല്ലായിടത്തും പരിചയപ്പെടുത്തണം. വീട്ടിലും വേണം. എങ്ങനെ വീട്ടിൽ പരിചയപ്പെടുത്തുക? ചോറയിക്കാണ്. ചോറയിക്കണ സമയത്ത് വറ്റ് താഴെ വീഴുമ്പോ വാപ്പ പറയണം മക്കളോട്, മക്കളെ വറ്റ് കളയരുത്, അതെടുത്ത് കഴിക്കണം. ഭക്ഷണത്തിൻ്റെ ചാടിയതിൽ ബറക്കത്തുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാടിയ ഭക്ഷണം ഒരാൾ എടുത്തു കഴിച്ചാൽ ബറസ്, ജുദാമ്, ജുനൂന്, വെള്ളപ്പാണ്ട്, ഭ്രാന്ത് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവൂലാന്ന് അഷ്റഫുൽ ഖൽഖായ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എടുത്തു കഴിക്കണം എന്ന് മുഹമ്മദ് നബിയിലേക്ക് ബന്ധപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി പഠിപ്പിക്കപ്പെടും. ഞാൻ തന്നെ പെരപ്പണി കഴിഞ്ഞിട്ട്, പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, മുറ്റം കട്ട വിരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഹോളോ ബ്രിക്സ് കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെടി കൊടുന്ന് കുഴിച്ചിടുമ്പോൾ 3 റോസാ കൊമ്പും കൊടുന്ന് കുഴിച്ചിടണം. അത് കുഴിച്ചിടുമ്പോൾ മകനോടും മകളോടും പറയണം, മക്കളെ മുസ്തഫായ നബി തങ്ങളുടെ ശരീരത്തിന് റോസാ പൂവിൻ്റെ മണമാണുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് 3 റോസാ കൊമ്പ് നിൽക്കട്ടെ. അപ്പോൾ റോസാ കൊമ്പിനെ മുഹമ്മദ് നബിയുമായി കണക്ട് ചെയ്തു. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ടാലാണ് ഈമാൻ നിലനിൽക്കുക. അതുകൊണ്ട് അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ്. കുടുംബത്തിലും നാട്ടിലും എല്ലായിടത്തും. ഞാൻ മഹല്യരോടും കമ്മിറ്റിക്കാരോടും വാപ്പാരോടും ഉമ്മാരോടും എല്ലാവരോടും വർത്താനം. റഷീദ് വൈസിനോട് പറഞ്ഞു, പ്രത്യേകിച്ച് വിഷയമൊന്നും ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്നെയാണ് ഈ പറയണേ, അതെന്നെയാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിലും വിഷയം ഇടേണ്ട ആവശ്യമില്ല. ശരിക്ക് പറയാനൊരാളെ കൊടുന്നാൽ അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതെന്താ വെച്ചാൽ നമ്മൾ വിഷയം കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്നത് പറഞ്ഞാൽ മതി എന്നാണ്. ഇനിയിപ്പോൾ വിഷയം കൊടുത്താൽ എങ്ങനെ ഉണ്ടാകുക നിങ്ങൾ? ആരും അവനാനെ പറ്റിയിട്ടുള്ള വിഷയമൊന്നും കൊടുക്കൂല, ഒക്കെ ആരാനെ പറ്റിയിട്ടേക്കാണ്. ആണുങ്ങൾ എങ്ങനെ വിഷയം കൊടുത്താലും സ്ത്രീകൾ ഇസ്ലാമിൽ നിന്നേ കൊടുക്കുള്ളൂ. ആണുങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആണുങ്ങൾ വിഷയം കൊടുക്കൂല. നിസ്കരിച്ചാത്തവർ ഇസ്ലാമിൽ നിന്നാണ് നിസ്കരിക്കുന്ന ആൾക്കാർ വിഷയം കൊടുത്താണ്ടാകുക. നിസ്കരിക്കുന്നവർ ഇസ്ലാമിൽ നിന്നത് വലിയൊരു വിഷയമല്ലേ? നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത്. നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത് നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നുള്ള ആയത്താ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്തിലുള്ളത്. അപ്പോൾ നിസ്കരിക്കുന്നവരെ പറ്റി കുറേ പറയലുണ്ട്, കുറേ പറയാണ്ട്. ചെറുപ്പക്കാരെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമാണ്. ചെറുക്കന്മാരൊന്നും നേരാകണില്ല. നിൻ്റെ അഭിപ്രായത്തിൽ ചെറുക്കന്മാരല്ല നേരാകാത്തത്, വയസ്സന്മാരൊന്നും നേരാകണില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താ കാരണം? നമ്മൾ നേരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ വയസ്സന്മാരാണ്. ഓലാണ് നമ്മൾ നേരായതിൻ്റെ കാരണം. ഇനി അടുത്ത തലമുറ നേരാണെങ്കിൽ നമ്മൾ നേരാകണ്ടേ? തന്നെ അതില്ല. ചെറുപ്പക്കാർക്കോ കുട്ടികൾക്കോ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ റമദാൻ മാസം വരുന്നുണ്ട്. റമദാനിൽ നിങ്ങൾ അങ്ങാടിയത്തെ പള്ളിക്കൊന്നും പോയി കൊണ്ട് ലുഹർക്ക് ഹൗദക്ക് വെള്ളം അടിച്ചാലും തികയില്ല. വയസ്സന്മാരെ നിൽക്കിച്ചിട്ടല്ല, കുട്ടികളെ കയറി നിൽക്കിച്ചിട്ടാണത്. ഒരു കുഴപ്പമില്ല, നമുക്ക് വെറുതെ തോന്നിയതാണ്.
കുഴപ്പം നമ്മളെടുത്താണുള്ളത്. കുഴപ്പം എന്താ ഉള്ളതെന്ന് അറിയാം നിങ്ങൾ? ഒരിക്കൽ പള്ളിക്കൊക്കെ ഒരു കുട്ടി വന്നാൽ പിന്നെ മേലാക്കം വരൂല, ആ കോലത്തിനുണ്ടാക്കും. പ്രായം കൂടുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും. 50 വയസ്സ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉള്ളിക്ക് പിന്നെ ഒന്നും കയറൂല, കയറിയത് ഇറങ്ങുകയുള്ളൂ എന്നാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, പിന്നെ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യം ജോലിക്ക് കയറൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക, പറഞ്ഞതിൻ്റെ പിന്നെയും പറയും, അതെന്നെ പിന്നെയും പറയും. എൻ്റെ 15 വയസ്സാകുന്ന സമയത്ത് ഞാൻ അന്ന് കാൽച്ചായും കൂടിയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ ഇടക്കിടക്ക് പറയും. അത് ഒരിക്കൽ ചെറുക്കനോട് പറഞ്ഞതാണ്, ഇടക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമില്ല. ഓം വിചാരിക്കും, എന്താ തന്തങ്ങൾക്ക് അന്നൊരു കാൽച്ചായ കുടിച്ചാൽ മതിയായിരുന്നു, എന്നാൽ മനസ്സ് ചെയ്യാതെ അടങ്ങാറായാൽ വേണ്ടിയെന്നില്ലാന്ന്. അതിങ്ങനെ ഇടക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കുടിച്ചിട്ടില്ല എന്ന് ശരിയാണ്, അത് അന്നത്തെ ഒരു സാഹചര്യമാണ്. ഇന്ന് കാൽച്ചായ കുടിച്ചിട്ടാത്ത സാഹചര്യം അല്ലല്ലോ. പുതിയ തലമുറനോട് അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൽക്ക് മനസ്സിലാവില്ല. ഓൽക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല, നമ്മളത് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും. ഇപ്പം എന്താ സംഗതി? ഇതന്നെ സംഗതിയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. 3 സമയത്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുക. ഒന്നാമത്തത് പ്രായപൂർത്തിയാവുമ്പോൾ, രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ, മൂന്നാമത്തേത് റിട്ടയർഡ് ആവുമ്പോൾ. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. ഒന്ന് പ്രായപൂർത്തിയായാൽ ജീവിതത്തിനൊരു മാറ്റം വരും. അതെന്താ വെച്ചാൽ വലിയ കുട്ടിയായി എന്ന് തോന്നും. ചിലപ്പോൾ അവൻ്റെ വാപ്പ അവനോട് പറയും ചെയ്യും, എടാ ഇജിപ്പോൾ പഴയമാതിരി അല്ല കേട്ടോ, ഇജ് വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ വാപ്പയും കൂടിയും പറഞ്ഞാൽ പിന്നെ ഒന്നുകൂടി വലുതാവും. അങ്ങനെ വലുതായാലുള്ള കുഴപ്പം എന്താ നിങ്ങൾ? പിന്നെ ഓനോട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ പറഞ്ഞത് ഇങ്ങോട്ട് കേൾക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അതിനിപ്പോൾ 80 വയസ്സായ ആളാണെങ്കിലും വലുതായാൽ കുടുങ്ങി. ആരും വലുതാകരുത്. അബൂജാഹിലിന് വരെ ഉണ്ടായ കുഴപ്പം എന്താ അറിയോ? വലുതായതാണ്. അബൂജാഹിലിന് എന്താ കുഴപ്പം? അബൂജാഹിലിന് അള്ളഞ്ഞിപ്പോൾ ഒന്നായാലും വലിയൊരു പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അബൂജാഹിൽ മുസ്ലിമാണെന്നോ മുശ്രിക്കല്ലാന്നൊന്നും അല്ലോട്ടെ ഞാനീ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് മൂപ്പര്. അള്ള ഒന്നാണ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതെന്താ? ഈ മക്കത്ത് ഒരു നബി ഉണ്ടാവുകയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവർകളാണ് അതാകേണ്ടിയിരുന്നത്. അതാ യത്തീം കുട്ടി ആയത് ശരിയായില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് വലിയ കുട്ടി ആയാലും പറഞ്ഞത്. വലിയ കുട്ടി ആരായാലും പ്രശ്നമാവും. അതാണ് ഒരു കാര്യം. ജീവിതത്തിൻ്റെ മാറ്റം പ്രായപൂർത്തിയാകുമ്പോൾ വലിയ കുട്ടി ആയാലാണ് ഒന്ന്. രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ മാറ്റം ഉണ്ടാവും. ജോലി കിട്ടുമ്പോൾ എന്താ മാറ്റം വെച്ചാൽ, ജോലി കിട്ടി അത്യാവശ്യം വരുമാനമായാൽ സാധുക്കളെയും ജോലിയില്ലാത്തവരെയും ഒന്നും കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാന്നുള്ള കോലത്തിലാവും. ചില വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും ചില ജോലിക്കാർ. ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാലുണ്ടാവും ചില ആൾക്കാരവിടെ. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാത്ത സൈസ്. ഓൽക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ജോലി കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതാണത്. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കൂല. ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറില്ല. ഒന്ന് മുഖത്തോക്കി ചിരിച്ചാൻ വരെ ഒരു തയ്യാറില്ല. എല്ലാവരും ഇങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ചായ വാങ്ങി തന്നിട്ടുണ്ട്. ഇവിടുന്ന് അല്ല, ലക്ഷദ്വീപിൽ നിന്നാണെന്ന് മാത്രം. കപ്പൽ കയറി പോയാലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചായ വാങ്ങി തന്നിട്ടുണ്ട്. ലക്ഷദ്വീപിൽ നിന്നാണ്, നമ്മളെ നാട്ടിൽ നിന്നല്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഓൽക്കന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോലീസുകാർ ഇങ്ങനെയൊക്കെ ആയാൽ മതിയെന്ന്. ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പ് താനൂരിൻ്റെ അടുത്ത് ഓലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രക്ഷിതാക്കളുടെ പരിപാടിക്ക് പോയി രാത്രി. അപ്പോൾ താനൂർ DYSP മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനത്തിലൊരു കാര്യം പറഞ്ഞു. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ. 17 ലക്ഷം റുപ്യ അല്ല കേട്ടോ, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. ആ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ടും ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ്. ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്തത് ഒരു കേസാണ്. എന്നാൽ താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് 2 കേസാണ്. ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഖത്തറുകാരിയല്ല, പുറത്തുനിന്ന് വന്നൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. താനൂരിൽ രജിസ്റ്റർ ചെയ്ത 2 കേസും താനൂർക്കാരാണ്. ഓലെ വിട്ടയച്ചിട്ടില്ല, അവർ റിമാൻഡിലാണ് എന്ന് പറഞ്ഞാൽ ജയിലിലാണ്. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞു. വലിയൊരു സംഗതിയല്ലത്.
പക്ഷെ കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്താ പരിഹാരം എന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇൻ്റെ അടുത്തുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ, അതും വാപ്പുള്ള കുട്ടികളാണ് എന്നുള്ളതാണ്. ഈ ചെറുക്കന്മാർക്കുണ്ടാവില്ല വാപ്പാര്. വെള്ളിയാഴ്ച ജുമാക്ക് വന്നിട്ട് പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് കുട്ടികൾ വർത്താനം പറയാണ് എന്ന് പീടിയിലിരുന്നിട്ട് ഇങ്ങനെ പറയാം, എന്താപ്പം നമ്മളെ പള്ളിക്കത്തൊരവസ്ഥ. ജുമാക്കിന് വന്നാൽ ചെക്കന്മാർ മേലെ കയറിന്നിട്ട് സിനിമക്കഥ പറയാണ് എന്ന അങ്ങാടിയിലിരുന്നിട്ട് വലിയ വർത്താനം പറഞ്ഞാൽ പോരാ. ജുമ എറിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പെരേക്കാണ് ചെല്ലുമ്പോൾ ഈ ചെറുക്ക അവിടെ ഉണ്ടാവൂലേ? എന്താ ഓനോടൊന്ന് ചോദിച്ചാൽ വാപ്പാൻ്റെ കുട്ടിന്ന് മേലെ ഇരുന്നിരുന്നത്, അവിടുന്ന് എന്തേ ഒരു വർത്താനം കേട്ടിരുന്നല്ലോ, ബാപ്പാൻ്റെ കുട്ടി അതിലുണ്ടായിരുന്നോ, അതിന് നിൽക്കരുത് ഇട്ടോന്ന് ഒന്നാണ് പറഞ്ഞാൽ പോരെ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ വാപ്പിയമ്മയുള്ള കുട്ടികളാണ്. എന്താ ചോദിച്ചാൽ? അതുകൊണ്ട് കുട്ടികളൊന്നല്ല കേടുവന്നിട്ടുള്ളത്. ചോദിക്കണവർ ചോദിക്കണില്ല, പറയേണ്ടവർ പറയണില്ല, നോക്കേണ്ടവർ നോക്കണില്ല. അതന്നെ പ്രശ്നം. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം, നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഈമാനിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താനാണ്. അത് അടുത്ത തലമുറക്ക് എത്രമാത്രം കൊടുക്കാൻ നമുക്ക് കഴിയും, അതാണ് വിജയം. ജീവിതത്തിൻ്റെ മൂന്നാമത്തെ മാറ്റം പ്രായം കൂടുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ എന്നാണ് ഞാൻ പറയാം. റിട്ടയർഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ തോന്നും, അതിനിപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലല്ലോ എന്ന്. ആ റിട്ടയർഡ് അല്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആകുക, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആകുക, ഖത്തറിൽ നിന്ന് റിട്ടയർഡ് ആകുക, കന്നൂട്ടിൽ നിന്ന് റിട്ടയർഡ് ആകുക, ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക. ഇതൊക്കെ റിട്ടയർഡ് ആയാലാണ്. റിട്ടയർഡ് ആയാൽ എന്താ കുഴപ്പം? കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അങ്ങനെ ഇക്കാരം റിട്ടയർഡായ കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അങ്ങനെ ഉണ്ടാകുക. പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വല്ലിപ്പ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് സ്വീകരിച്ച് പേരക്കുട്ടിനെ തോളിലൊക്കെ ഇട്ട് കവിളിലൊക്കെ മുത്തം കൊടുത്ത് കൊടുന്നിരുത്തും. 3 മണിക്കൂർ തിരക്കുണ്ടാവില്ല. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേന് വല്ലിപ്പാൻ്റെ സ്വഭാവം മാറും. കണ്ണട എടുത്തു, കണ്ണടൻ്റെ കാല് മുറിഞ്ഞു, പേപ്പറിലെ ഫോട്ടം വെട്ടി, അങ്ങനെ അപ്പടി ഇപ്പടി മാന്തി ചൊറിഞ്ഞ് ആ കിടങ്ങാറായി. പേരക്കുട്ടികൾക്ക് വല്ലിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞ കോലത്തിലാക്കും. ഇതന്നെയാണ് പള്ളിക്ക് ഉണ്ടാകുക. എന്താ കുട്ടികൾ പള്ളിയേക്ക് വരാത്തത്? എന്തേ ചെറുപ്പക്കാർ പള്ളിയേക്ക് വരാത്തതിൻ്റെ കാരണം? ഈ സൈസ് 4 എണ്ണം പള്ളിക്കുണ്ടായാലും ഒറ്റൊന്നും കയറൂല. ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്. ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാൽ പള്ളിക്കുന്ന വെള്ളം മുഴുവൻ മുക്കിക്കളെ. എന്താപ്പാ ചെറുക്കൻ്റെ ഒക്കെ വിചാരം? നാം മുക്കാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്കൊക്കെ കാലുകാതെ കയറിയെന്നായി. എല്ലാവരും ചെറുതായി വലുതായതാന്നുള്ള ഓർമ്മ വേണം, എന്നാലേ അങ്ങനെ നടക്കുള്ളൂ. ഇത്ര വലുപ്പത്തിൽ ആരും ജനിച്ചതല്ല, ചെറുതായിട്ടാണ് വലുതായതാ. എങ്ങനെ ചെറുപ്പത്തിലുണ്ടായിരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കണം. പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പറയണതിൻ്റെ ഒരു കോലുണ്ട്, പറയേണ്ടവരാണ് പറയേണ്ടത്. എല്ലാവരും കണ്ണൊട്ടൻ്റെ വടിമാരി കാണുന്നിടത്തൊക്കെ കുത്തല്ല. അതിനൊരു നിയമമുണ്ട്. ആ കുട്ടിക്ക് പിന്നീട് വരാൻ തോന്നാത്ത ഒരു രൂപത്തിലാക്കി തീർക്കാൻ പാടില്ലല്ലോ. ഇതന്നെയാണ് പെരയിലുള്ളത്. സൈക്കിൾമ കയറിയാലും പ്രശ്നമാണ്, കയറിയില്ലെങ്കിലും പ്രശ്നമാണ്. ഇയാൾ പെരയിലും പ്രശ്നം തന്നെ. ഈ കാര്യം സൈക്കിൾമ കയറിയാൽ കണ്ടില്ല ചെറുക്കൻ കാല് മുറിച്ചാൻ കയറിയിരിക്കണതെന്നായി. കാല് മുറിച്ചാനാ പോകാൻ കയറിയത്. കയറിയില്ലെങ്കിലോ 4,500 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായിമൊന്ന് കയറി നോക്കിക്കൂടെ എന്നായി. കയറിയാലും പ്രശ്നമാണ്, കയറിയില്ലെങ്കിലും പ്രശ്നമാണ്. ഇതാണ് സംഗതി പറഞ്ഞത്. ഇത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇതെല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാവരും അങ്ങനെ തന്നെ കയറാം. ഈ വയധാരണ ഞാനും ചിലപ്പം പ്രായമാകുമ്പോൾ അങ്ങനെ തന്നെ കയറാം. അതുകൊണ്ട് നമുക്ക് എന്തുവാണ്, ഒരു സമചിത്തത, ഒരു കാര്യബോധം എന്നിവ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ നന്നാണെങ്കിൽ അതിൻ്റെ കാരണം വയസ്സന്മാരനെയാണ്. കാരണന്മാരാണ് അതിൻ്റെ കാരണം, വേറൊന്നുമല്ല. നമ്മളാരും എഴുതി പഠിച്ചതല്ലല്ലോ. ഒന്നാമത്തെ ഖുതുബ കഴിയുമ്പോൾ ഇമാമ് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയും. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. ഇത് നമ്മളാരും എഴുതി പഠിച്ചതല്ല, കാരണന്മാർ ചെല്ലണ് കേട്ടിട്ട് പഠിച്ചതാണ്. ഇന്ന് ഒറ്റ കാരണവരും മുണ്ടൂല. നിങ്ങൾ ഔത്ത പള്ളിയിൽ ഇരുന്ന് നോയിക്കോളി. ഒരു കുട്ടിയും പറയുണ്ടാവില്ല. പറയുണ്ടാവുമല്ല മനസ്സ് പറഞ്ഞാൽ എങ്ങനെ അടുത്ത തലമുറ പഠിക്കാം? ദിക്റുകളും സ്വലാത്തുകളും പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജഹറാക്കൽ നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട്. എന്നാലും പഠിപ്പിക്കാൻ വേണ്ടി ഏതായാലും പറ്റും, അതിലൊരു തർക്കമില്ല. അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലെങ്കിലും നമുക്കൊന്നും ചെല്ലിയാൽ മേലെ ഇരുന്നുകാണ്ട് വർത്താനം ഇങ്ങനെ തുടങ്ങണ കുട്ടികളുണ്ടാവും. ഓർക്ക് മനസ്സിലായി താഴത്ത് ജുമ ഉണ്ടല്ലേ, അപ്പം മുണ്ടൂല. ഇത് അടിയിലുള്ള ഒറ്റൊന്നും മുണ്ടിനും ചെയ്യും, പിന്നെ മേലെ വർത്താനല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഇതെല്ലാവരോടുമാണ്, ആണുങ്ങളോടാണ്, പെണ്ണുങ്ങളോടാണ്, എല്ലാവരോടുള്ള വർത്താനാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ വലിയ ജാഗ്രത പാലിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈമാൻ സംരക്ഷിക്കപ്പെടുള്ളൂ. നബി തങ്ങൾ പഠിപ്പിക്കപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിയെയാണ് വിമർശിക്കുക. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിയാണ് വിമർശിക്കുക. ഖുർആനിനെ വിമർശിക്കുന്നത് പോലും നബി തങ്ങൾ ശരിയല്ല എന്ന് വരുത്തി തീർക്കാനാണ്. ഖുർആനെ ഒരാൾ വിമർശിക്കുന്നത് എന്തിനാ? ഖുർആൻ ശരിയല്ല എന്ന് വരുത്താനല്ല, ഖുർആൻ പറഞ്ഞ പ്രവാചകൻ ശരിയല്ല എന്ന് വരുത്താനാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കാറുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ പഠിക്കേണ്ടതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അതെത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ദീനിനെ കരുതി വെക്കണം. അവരുടെ ദീനിയായ ജീവിതം നമ്മുടെ ബാധ്യതയാണെന്ന് ഓർക്കണം. അതിനാൽ വലിയ കരുത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. മഹത്തുക്കളെ പരിചയപ്പെടുത്തുക, സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്തുക. ഇതൊക്കെ ഈമാൻ നിലനിൽക്കാൻ ആവശ്യമാണ്. സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ അവരുടെ പേര് മാത്രം പറഞ്ഞാൽ തന്നെ കിട്ടും കൂലി എന്നാണ്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ എന്നുള്ളിടത്ത് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഐ ദിക്റു അസ്മാഇഹിം, സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ തന്നെ കൂലിട്ടും. സജ്ജനങ്ങളുടെ പേര് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ കൂലിട്ടും. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ തസ്ബീഹ് മാല എടുത്തിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു ആദം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹുദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുതദാ ശുഐബു ഹാറൂനു വ മൂസാ യസഅ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ. ഞാൻ ഇപ്പം ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. ആ കിതാബിന് അതിന് കിഫായത്തുൽ ഈമാൻ എന്ന് വേറൊരു പേരുണ്ട്. നമ്മളെ ദർസുക്ക് കുട്ടികളൊക്കെ പോകുമ്പോൾ ആദ്യം ദർസുക്ക് വരുന്ന കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന 2 കിതാബാണ്. ഒന്നൊരു 10 കിതാബും ഒന്നൊരു 7 കിതാബും. ഒരശറത്ത് കുത്തുബ്, മീസാന് അല്ല, പിന്നെ മുത്തഫരീദ്, നൂറുൽ അബ്സാർ, അങ്ങനെയുള്ള 10 കിതാബുകളുള്ള ഒരു കിതാബ്, ചെറിയൊരു കിതാബ്. അതിന് അശറത്ത് കുത്തുബ് എന്നറിയും. 7 കിതാബുള്ള വേറൊരു കിതാബുണ്ട്, 7 ബൈത്തിൻ്റെ കിതാബുകൾ, അതിന് സബഅത്ത് കുത്തുബ് എന്നറിയും. അതിൽപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുൽ അവാം. അതിലാണ് ഞാൻ ഈ ചൊല്ലിയതുള്ളത്. പിന്നത് വേറൊരു സ്ഥലത്തും കൂടി ഉണ്ട്. വല്യമ്മ ചെല്ലണ 15 വക ഏടിലുണ്ട്. അതെന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം ഉസ്താദെ, വല്ലിപ്പ ചെല്ലാത്തതുകൊണ്ട് തന്നെയാണ്, വേറൊന്നുമല്ല. ഇത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് ത്വൽസമാത്ത